ബീഹാർ തൂത്തുവാരിയിരിക്കുകയാണ് ബി.ജെ.പി. അല്ലെങ്കിൽ NDA സഖ്യം. ഇപ്പോൾ പ്രേക്ഷകരൊക്കെ എല്ലാ ചാനലുകളിലേക്ക് മുന്നിലായിരിക്കും. കാരണം ഇന്ന് ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലമാണ് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. 6-ാം തീയതിയും 11-ാം തീയതിയും. നവംബർ 14-നാണ് ഫലം വരുന്നത്. ഇപ്പോൾ ഫലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ NDA 157, പിന്നെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം 82, മറ്റുള്ളവർ 4. ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 10 മണിയോടുകൂടി ഇതിന്റെ കൃത്യമായ ഒരു വിശദാംശങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് നമ്മൾ എല്ലാ ചാനലുകളും നോക്കി പോകുമ്പോൾ ഈ ചാനലുകൾക്ക് BJP ജയിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയും ഒരു പ്രശ്നങ്ങളുമാണ്. സ്വാഭാവികമാണ്, നമുക്കതിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഫയലുമായി രാഹുൽ ഗാന്ധി വന്നു, പക്ഷേ അടപടലം പെട്ടുപോയി അല്ലെങ്കിൽ ചീറ്റിപ്പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഫയൽസ് ബീഹാറിൽ ഏറ്റില്ല എന്നുള്ളതാണ്. ഒരുപാട് നാടകീയ സംഭവങ്ങൾ ബീഹാർ തിരഞ്ഞെടുപ്പിൽ നടന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ആ നാടകീയ സംഭവങ്ങൾക്കൊക്കെ ഒടുവിൽ താമരപ്പാടം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ഈ പിന്നെ അരുൺകുമാർ, റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ, ഈ ഇലക്ഷൻ മത്സരമാണല്ലോ ചാനലുകൾ തമ്മിൽ, ആരാണ് ആദ്യം പറയുന്നത്, എന്ത് പിന്നെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാം, എന്ത് ഉളുപ്പില്ലായ്മ വിളിച്ചു പറയാം എന്നൊക്കെയുള്ളതിൽ ആരാണ് നമ്പർ 1 എന്നാണ് പല ചാനലുകളും ഇപ്പോൾ നോക്കുന്നത്.